ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനൊരു പുതിയ റെസിപ്പിയുമായി വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് പയർ തോരനാണ്. അപ്പോൾ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കിലോ അളവിൽ പയർ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവാളയും എടുത്തിട്ടുണ്ട്. ഇത്രയും ഞാനൊരു കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വച്ചിട്ടുണ്ട്. മൺചട്ടി നല്ലോണം ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യമായ അളവിൽ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയും നല്ലോണം ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. സാധാരണ കറിവേപ്പില ചേർക്കാറുണ്ട്. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്കിത് പൊട്ടിച്ചെടുക്കാം. ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന സവാളയും പയറും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഒരു 5 to 7 മിനിറ്റ് ഇത് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുകയും വേണം. നമ്മുടെ വെജിറ്റബിൾ കുക്കാവുന്ന സമയം നമുക്കിതിന് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഒരു തേങ്ങയുടെ 1/4 ഭാഗം അളവിൽ തേങ്ങ ചിരണ്ടി എടുക്കുന്നുണ്ട്. അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും നെടുകെ കീറിയതും ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾ കുക്കായിട്ടുണ്ടോ എന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വെജിറ്റബിൾ ഇപ്പോൾ നല്ലോണം കുക്കായി വരുന്നുണ്ട്. കാരണം അതിൻ്റെ സവാളയും പയറും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കാം. ശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്, ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഇത് അടച്ചു വെച്ച് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ച് എടുക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇറക്കി വയ്ക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പയർ തോരൻ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉച്ചയൂണിന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ പയർ തോരൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.